വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ ഇതൊന്ന് കാണുക. ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കിഴക്ക് ദർശനത്തിൽ ഒരു വീട് വയ്ക്കുന്നു. അപ്പൊ നമുക്കറിയാം, കിഴക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ലാൻഡിൽ നിന്നിട്ട് നമ്മുടെ റോഡിലേക്ക്, നമ്മുടെ കിഴക്ക് വശത്താണ് നമ്മുടെ പ്രധാന റോഡ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കോമ്പസ് പിടിച്ച് നമ്മൾ കറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രിയാണ് നമ്മുടെ ലാൻഡിൽ നമ്മളുടെ ഫേസ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ട് നമുക്കൊരു നല്ലൊരു കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിഗ്രി എടുക്കാനായിട്ട് സാധിക്കും. അത് ആ ഡിഗ്രി എടുക്കുന്ന കോമ്പസ് വളരെ കറക്റ്റ് ആയിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ മിനിമം 4 കോമ്പസുകളെങ്കിലും ഞാൻ ഉപയോഗിക്കാറുണ്ട്. കാരണം ആ ഡിഗ്രിയെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിത് മൊത്തം വരുന്നത്. ഡിഗ്രി മാറിപ്പോയാൽ ഇത് മൊത്തം തെറ്റും. അതുകൊണ്ട് 3-4 കോമ്പസുകൾ ഞാൻ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ആ കൃത്യം ഡിഗ്രി എടുത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കിഴക്ക് ദർശനമായ ഒരു വീടെടുത്തു. ആ വീടിന് 80 ഡിഗ്രി ആണെന്ന് ഇരിക്കുക. അപ്പോൾ 80 ഡിഗ്രിയുള്ള കിഴക്ക് ദർശനത്തിന്റെ ഒരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തു. നിങ്ങൾക്ക് ഫ്ലൈങ് സ്റ്റാർ അറിയാമെങ്കിലും അറിഞ്ഞൂടെങ്കിലും ഇങ്ങനൊരു കണക്കുണ്ട്. നിങ്ങൾ എടുക്കുന്ന വീട്ടിൽ ആ ഓരോ ദിക്കിലും 2 നമ്പറുകൾ ഉറപ്പായിട്ടും വരും. ലോകത്ത് എവിടെ നമ്മളൊരു ബിൽഡിംഗ് പണിഞ്ഞാലും ഈ ഒരു 2 കോമ്പിനേഷൻ എല്ലാ സ്ഥലങ്ങളിലും വരും. ഇത് കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിന്റെ കണക്കാണ്. അതിന്റെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ 3 പോർഷൻ ആണല്ലോ വരുന്നത്. ഒരു കിഴക്കിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ 3 പോർഷൻ: സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. അപ്പം അതിൽ 80 ഡിഗ്രിയിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ സൗത്ത് ഈസ്റ്റിൽ വരുന്ന ഒരു കോമ്പിനേഷൻ 3-6 ആണ്. അതിന്റെ താഴെ ഈസ്റ്റിൽ വരുന്ന ഒരു കോമ്പിനേഷൻ 4-5 ആണ്. അതിന്റെ താഴെ നോർത്ത് ഈസ്റ്റിൽ വരുന്ന ഒരു കോമ്പിനേഷൻ 8-1 ആണ്. ഇവിടെ നിങ്ങൾ ഒരു പ്രധാന ഡോർ വെക്കുന്നു. നിങ്ങൾ ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ ഈ വീട് എപ്പോഴും ടെൻഷൻ നിറഞ്ഞൊരു വീടായിരിക്കും. അതല്ല, നിങ്ങൾ ഇതിന്റെ സെന്ററിലാണ് ഈ ഡോർ വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെന്ററിൽ കഴിഞ്ഞിട്ട് ഈ ഭാഗത്താണ് ഈ ഡോർ വെക്കുന്നതെങ്കിൽ ഈ വീട് ടോട്ടൽ ലോസിലായിരിക്കും. വാസ്തുപ്രകാരം വളരെ ഉച്ചത്തിലേക്കാണ് ഈ ഡോർ നിൽക്കുന്നത്. പക്ഷെ ഫെങ്ഷുയിലൂടെ വന്നിരിക്കുന്ന സ്റ്റാർ ഏറ്റവും മോശം സ്റ്റാർ, ടോട്ടൽ ലോസിന്റെ സ്റ്റാറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വാസ്തു കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഫ്ലൈയിങ് സ്റ്റാറിന്റെ നമ്പർ കൂടെ അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ പണി വാങ്ങിച്ചെന്നിരിക്കും. എല്ലാ വീട്ടിലും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ നമ്പർ കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ 5 ആണ് നിങ്ങളുടെ എൻട്രൻസിൽ വന്നിരിക്കുന്നതെങ്കിൽ അത് ടോട്ടൽ ലോസ് ആയിരിക്കും. നിങ്ങൾ ഉച്ചത്തിൽ കൊണ്ട് ഡോർ വെച്ചാൽ പോലും അത് സംഭവിച്ചിരിക്കും. അതല്ല, ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന വാതിൽ എന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് നല്ല പോസിറ്റീവ് ഉള്ള ഒരു വീടായിരിക്കും ഇത്. കിഴക്ക് ദർശനത്തിൽ 80 ഡിഗ്രിയിലുള്ള ഒരു വീട്ടിൽ 3 ഫലങ്ങൾ 3 ദിക്കിലായിട്ട്. തെക്ക് കിഴക്കിലാണെങ്കിൽ ടെൻഷൻ, കിഴക്കിലാണെങ്കിൽ ടോട്ടൽ ലോസ്, വടക്ക് കിഴക്കാണെങ്കിൽ തൊഴിൽപരമായിട്ട് നഷ്ടം. ഈ വീട് 2010 വീടിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. 2024 ഫെബ്രുവരി 4 ശേഷം പണിഞ്ഞ വീടിനെ പറ്റിയും 80 ഡിഗ്രി ഉള്ള വീടിനെ പറ്റിയും മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അല്ലാതെ ലോകത്തുള്ള എല്ലാ വീടും ഇതാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഡിഗ്രിയിൽ പണിയുന്ന വീടിന്റെ ഈ ഡയറക്ഷനിൽ ഇന്ന് കണക്കൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫ്ലൈങ് സ്റ്റാർ അങ്ങനെ ഒരു നമ്പർ പറയുന്നുണ്ട്. ഇനി ഇത് 80 ഡിഗ്രി വെച്ചൊരു വീടാണ്. ഈ ഡിഗ്രി ഒരു അല്പം മാറി 80 എന്ന് പറയുന്നത് 85 ഡിഗ്രിയിലേക്ക് വന്നു. ഈ ഡിഗ്രി നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുന്നത്? ഇപ്പൊ നമ്മൾ ഇതൊരു ലാൻഡ് ആണെന്ന് കരുതുക. ഇത് ലാൻഡാണ്. ഇത് നമുക്ക് സൗത്ത് ആണ്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പൊ നമ്മൾ വീട് പണി തുടങ്ങുന്നു. ആദ്യം നമ്മൾ കന്നിമൂലയിൽ ഒരു കുറ്റി അടിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചരട് വലിച്ചപ്പോഴത്തേക്ക് ഈ ചരട് 80 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അടുത്തത് ഇവിടെ നിന്ന് ഒരു 5 ഡിഗ്രി വ്യത്യാസത്തിൽ ഇവിടെ ഒരു ചരട് വലിച്ചു. ഇത് 85 ഡിഗ്രിയിലാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചാൽ അടുത്ത നമുക്ക് 90 ഡിഗ്രി. ഇങ്ങനെ ഈ ഡിഗ്രി നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ ഈ 85 ഡിഗ്രിയിലാണ് നിങ്ങൾ വീട് വെക്കുന്നതെങ്കിലും ഈ 80 ഡിഗ്രിയിലാണ് നിങ്ങൾ വീട് വെക്കുന്നതെങ്കിലും 2 ഫലമാണ് നിങ്ങളുടെ വീട്ടിനുണ്ടാവുന്നത്. നമ്മൾ 85 ഡിഗ്രിയിലേക്കുള്ള വീട് എടുത്തു, അതിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുത്തു. അതിനും ഫ്രണ്ടിൽ 3 സ്ഥലങ്ങളുണ്ടല്ലോ: സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. അതിന്റെ സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റാർ 8 ആണ്. അത് അവിടെയാണ് നിങ്ങളുടെ ഡോർ കൊണ്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 18 ആണ്. വലിയ കുഴപ്പമൊന്നുമില്ല, പൈസയൊക്കെ വരുന്ന വീടാണ്. പക്ഷെ ഈ ഡോറ് വാസ്തുപ്രകാരം തെറ്റാണ്. എന്താണ്? കിഴക്ക് ദർശനമായ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പകുതിയിൽ അപ്പുറത്തേക്കാണ് ആ ഡോർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഫെങ്ഷി നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന സ്റ്റാർ പ്രോസ്പിരിറ്റി ഉള്ള സ്റ്റാർ ആണ്. അതേസമയം സെന്ററിലേക്ക് വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഏതാണ്? 9 ആണ്. ആ 9 എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏറ്റവും സമ്പത്തായിട്ടുള്ള സ്റ്റാറാണ്.
80 ഡിഗ്രിയിൽ കിഴക്കിൽ വന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം സ്റ്റാർ. അത് 5 ഡിഗ്രി വ്യത്യാസം വന്നപ്പോഴത്തേക്കോ സമ്പത്തിന്റെ സ്റ്റാർ എൻട്രൻസിൽ കയറി. അപ്പോൾ ആ ഡിഗ്രിക്കും ദിക്കിനും വളരെ വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചത്. നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്ന സ്റ്റാർ അത്ര ബെറ്റർ അല്ല, എന്നിരുന്നാലും കുഴപ്പമില്ല. അതിൽ ഏറ്റവും നല്ല സ്റ്റാർ വന്ന് നിൽക്കുന്നത് സെന്ററിലാണ്, 99 ആണ്. അപ്പോൾ ഈ രീതിയിൽ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾക്ക് അതിൻ്റെതായുള്ള പ്രാധാന്യമുണ്ട്. അത് കറക്റ്റ് നോക്കി ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കണക്ക് തെറ്റി ഡിഗ്രി മാറി നമ്മൾ ആ തെറ്റായ സ്ഥലത്ത് ഡോർ കൊണ്ട് വെച്ചാൽ നഷ്ടങ്ങളിലേക്ക് പോകാനും അത് കാരണമാകും. ഫെങ്ഷുയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. 5 എലമെന്റ്സിന്റെ തിയറിയാണ് ഫെങ്ഷു എന്ന് പറയുന്നത്. ഇത് ഒരു ക്രിസ്റ്റൽ ബോൾ ആണ്. ഇത് ഫെങ്ഷുവിലെ ഏറ്റവും നല്ലൊരു എർത്ത് എനർജി ആയിട്ടാണ് ക്രിസ്റ്റലുകളെ കണക്കാക്കുന്നത്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റ്, അതായത് കന്നിമൂലയുടെ മിസ്സിങ്ങിന് ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ബോളുകൾ അവിടെ ഹാങ് ചെയ്യുന്നത് നല്ലതാണ്. 2 ക്രിസ്റ്റൽ ബോളായിട്ടാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 9 ദിക്കിനും ഓരോ നമ്പറുകളുണ്ട്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറിന്റെ നമ്പർ എന്ന് പറയുന്നത് നമ്പർ 2 ആണ്. ഇനി ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സീഡാണ്. ഇതെന്ന് പറയുന്നത് കലാബാഷ് അഥവാ ഉലു എന്നാണ് പറയുന്നത്. ഇതാണ്ട, ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ട് അവിടെ നിന്ന് തന്നെ ഒരു കത്തിരിക്ക പോലുള്ള ഒരു സാധനം വരുന്നതാണ്. നമുക്കിതിങ്ങനെ പറിച്ചെടുക്കുന്നതാണ്. അപ്പം ഇത് നമുക്ക് നാച്ചുറൽ ആണ്. ഇത് നമുക്ക് ഹെൽത്തിനെ മെച്ചപ്പെടുത്താനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പം ബെഡിന്റെ സമീപത്ത് ഇത് ഹാങ് ചെയ്യുന്നത് ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടുത്തുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇനി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു സൈനാണ് ഇതെന്ന് പറയുന്നത് ഒരു വെൽത്ത് ബൗളാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരുപാട് നിധിയും സമ്പത്തുകൾ ഇരിക്കുന്നതായിട്ടാണ്. അതിന്റെ മുകളിൽ ഒരു ട്രീ പോലെയുണ്ട്. ഇതിനകത്ത് ഒരു ചെറിയ ബ്ലൂ സ്റ്റോൺസ് കാണിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു ആണ്. ഇത് നമുക്ക് ശ്രീഹരിണമുറിയുടെ നോർത്തിൽ വെക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയും, ശ്രീഹരിണമുറിയുടെ സൗത്ത് ഈസ്റ്റിൽ അരോന ഫിഷിന്റെ സ്റ്റാച്യു വെക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് നല്ലതായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.